രാധാകൃഷ്ണൻ, ഈ തൃണമൂൽ കോൺഗ്രസ് ഈ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ബലമായ സംശയം. ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ മുഗൾ മുന്നണി എന്നിപ്പോൾ പറയാറുണ്ട് മലയാളത്തിൽ. ഈ മുഗൾ മുന്നണിയിൽ വിള്ളൽ വീണിട്ടുണ്ടോ എന്ന് തന്നെ ഒരു സംശയം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മണിയനെ നിർത്തുന്ന സ്പീക്കർ പരിപാടി ഉണ്ടല്ലോ, അത് തൃണമൂലിനോട് ആലോചിച്ചില്ല എന്നൊരു പരാതി അവർക്കുണ്ട്. അപ്പോൾ അങ്ങനൊരു പരാതി അവർക്കുണ്ട് എന്ന് മനസ്സിലായിട്ടാണ് ഇന്നലെ രാജ്നാഥ് സിംഗ് ഉച്ചയ്ക്ക് മമതാ ബാനർജിയെ വിളിച്ചിരുന്നത്. അവർ തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെ അവർക്കൊരു പരാതി ഉണ്ട് എന്നറിയുന്നത് ഈ സുദീപ് ബന്ദോപാധ്യായെ പല മുന്നണി പാർട്ടി നേതാക്കളെയും വിളിക്കുമ്പോൾ ഈ കൊടുക്കുന്നൂർ സുരേഷ് സുദീപ് ബന്ദോപാധ്യായോട് സംസാരിച്ചപ്പോൾ ഞങ്ങളോട് ഇത് ആലോചിച്ചിട്ടില്ലല്ലോ, നിങ്ങളിപ്പോൾ പറയല്ലേ, ഞാൻ മമതയോട് ചോദിക്കാം എന്നൊക്കെയാണ് ബന്ദോപാധ്യായ മറുപടി കൊടുത്തത്. എന്നിട്ടാണ് ഈ 5 മിനിറ്റ് ഉള്ളപ്പോൾ ഉച്ചയ്ക്ക് 11:50 ഈ പുള്ളി ഒരു പ്രമേയം പുള്ളി നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് അതിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ തൃണമൂലുകാർ പിന്നീട് സംസാരിക്കാൻ ചെന്നപ്പോൾ ചോദിച്ചെന്ന്, മകളുടെ കല്യാണത്തിന് രാവിലെ വിളിച്ചിട്ടേ വിരുന്നിന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നവർ ചോദിച്ചു എന്ന്. ഏകപക്ഷീയമായിരുന്നു നിങ്ങളുടെ തീരുമാനം. മമതാ ബാനർജി അപ്സെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവരോടും ആലോചിക്കാമായിരുന്നു, എല്ലാവർക്കും സ്പീക്കർ സ്ഥാനാർത്ഥി ആരാകണമെന്ന് പേരുകൾ പറയാമായിരുന്നു. പക്ഷെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് നിങ്ങൾ ഒരാളെ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇവർക്ക് 29 അംഗങ്ങളാണ് ഉള്ളത്. ഈ കുറച്ച് നേരം പിന്നെ ഈ പ്രശ്നമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി അഭിഷേക് ബാനർജിയായിട്ട് ലോക്സഭയിലെ സീറ്റിൽ സംസാരിക്കുന്ന കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അഖിലേഷ് യാദവ് വന്നും അഭിഷേകിനോട് എന്തോ പറഞ്ഞിട്ട് പോകുന്നൊക്കെ ആളുകൾ കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയാണിപ്പോൾ തൃണമൂലിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ തൃണമൂലിന് അറിയാമായിരുന്നു, തൃണമൂൽ പറഞ്ഞ നിലപാട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അതിൻ്റെ ആകെയുള്ളൊരു പ്രയോജനം നമുക്ക് ഇത്ര വോട്ടേ ഉള്ളൂ എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിന് നിൽക്കേണ്ട ഒരു ആവശ്യവും പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന നിലക്ക് അത് തെറ്റായിരുന്നു, പാളിപ്പോയി, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നപ്പോൾ ഒരുമാതിരി രാഷ്ട്രീയ നിരീക്ഷകർക്ക് അറിയാമായിരുന്നു ഇന്ന് വോട്ടെടുപ്പ് ആവശ്യപ്പെടില്ല കോൺഗ്രസ്. പല കാര്യങ്ങൾ, ശശി തരൂർ പോലുള്ള MP-മാരൊന്നും ഇല്ലതാനും, കാരണം സത്യപ്രതിജ്ഞയും ചെയ്തിട്ടില്ല. രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാർക്ക് തന്നെ അദ്ദേഹം കോട്ടയിൽ നിന്നുള്ള ആളാണ് ഓം ബിർള. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു സ്പീക്കർ ഉണ്ടായിക്കോട്ടെ, അവർക്ക് എളുപ്പമല്ലേ ചെന്ന് സംസാരിക്കാമല്ലോ, പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ സ്പീക്കർമാർ ഇതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഞാൻ മറ്റേ തിരുവനന്തപുരത്ത് കണ്ടിട്ടുണ്ട്, MGMR സ്പീക്കറായിരിക്കുമ്പോൾ TM ജേക്കബിന് എപ്പോഴും അവസരം കൊടുക്കുന്ന സമയം കൊടുക്കും, അവസരമൊക്കെ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ തൃണമൂൽ സത്യത്തിൽ ഈ മുന്നണിയിലുണ്ടോ? അവർ ഭാവിയിൽ എന്താണ് അവരുടെ ഒരു രാഷ്ട്രീയം? അല്ല, തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യമായി, ഇന്ത്യ സഖ്യത്തിൻ്റെ സഹായം അവർക്ക് കിട്ടിയിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന്. ഇന്ത്യ സഖ്യത്തിലെ 2 കക്ഷികൾ ഒരുമിച്ച് ചേർന്ന സത്യ, കാരണം അവിടെ സഖ്യം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് 29 സീറ്റ് കിട്ടിയല്ലോ. അല്ല, ഇത് 2 കക്ഷികൾ ഒരുമിച്ച് ചേർന്ന് മത്സരിച്ചു, CPM-ഉം ഇടതുപക്ഷവും കോൺഗ്രസും. അവരുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം പരിതാപകരമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആളില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ബോധ്യമായി. ആളില്ലാത്ത ഒരു രാഷ്ട്രീയത്തിന് സഖ്യത്തിന് പോയിട്ട് അവർക്കെന്ത് പ്രയോജനം? അതെ. പിന്നെ അവരിനിയിപ്പോൾ വേറൊരു സഖ്യത്തിന് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും 29 പേരെ വെച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യമല്ല. മുഖ്യമന്ത്രിയായിട്ട് അവർക്ക് കംഫർട്ടബിളായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യാം. അതെ. അപ്പം പിന്നെ അവർ വെറുതെ എന്തിനും ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കണം? ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരെ കോൺഗ്രസിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ചത് ആരാണ്? സോണിയാഗാന്ധിയാണ്. പവാറിനെ മാത്രമല്ല,
ആർക്കൊക്കെയാണോ സംസ്ഥാന തലത്തിൽ അണികളുള്ളത്, സംസ്ഥാന തലത്തിൽ അണികളുള്ള എല്ലാവരെയും അപമാനിക്കുന്നൊരു സമീപനം സോണിയാഗാന്ധി സ്വീകരിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിലാണ് കരുണാകരനും പെട്ടത്. കാരണം ആളുള്ളവൻ ആർക്ക് ആളെ കിട്ടണമെങ്കിലും തൻ്റെ സഹായം വേണം, തൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ജനകീയ നേതാവ് കോൺഗ്രസ്സിൽ വേണ്ട എന്ന് ആരോ അവരുപദേശിച്ചു. ആ ഉപദേശത്തിൻ്റെ കൂടി ഫലമെടുത്തുകൊണ്ടാണ് കോൺഗ്രസ്സിലുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം കോൺഗ്രസ് വിട്ടുപോകുന്നതും. അങ്ങനെ ആന്ധ്രയിൽ കോൺഗ്രസ് പോകുന്നതും അങ്ങനെ തന്നെയല്ലേ. അങ്ങനെ കോൺഗ്രസ് പോയ സ്ഥലങ്ങളിലൊന്നും തന്നെ കോൺഗ്രസ്സിനൊരു തിരിച്ചുവരവ് സാധ്യമായിട്ടുമില്ല. തെലങ്കാന വേറൊരു ചരിത്രമാണ്, അത് പിന്നീട് നമ്മൾ നോക്കേണ്ട ഒരു സാധനമാണ്. തെലങ്കാന വേറൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അത് വരുമ്പോൾ മമത അങ്ങനെ പിന്നെ ഇവർക്ക് വേണ്ടി ഒരു റിസ്ക് എടുക്കില്ല. വാസ്തവം. ഇനി മമതയും കൂടി ഒരുമിച്ച് നിന്നതിന് ശേഷം ഇവരുടെ സഖ്യത്തിന് കിട്ടേണ്ട മൊത്തം വോട്ടുകളിൽ നിന്ന് 10-40 വോട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ആ സഖ്യം ദുർബലമായെന്നും ശിഥിലമായെന്നും എല്ലാവരും അറിയില്ലേ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഇവർ ചെയ്തിട്ടുണ്ടേ. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മുമ്പ് അബ്സ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് തൃണമൂല്. അപ്പോൾ അബ്സ്റ്റെയിൻ ചെയ്യാൻ, അതായത് വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാനായിട്ട് അവർക്കറിയാം. അവർ കഴിഞ്ഞ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ അത് ചെയ്തിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തനിച്ചാണ് നിന്നത്. അല്ല, അങ്ങനെയില്ലെന്ന്. ഈ ദൗർബല്യം അറിയിക്കാൻ വേണ്ടി ഒരു വോട്ടെടുപ്പ് നടത്തിയിട്ട് എന്ത് പ്രയോജനം? അതെ, എന്താണ് പ്രയോജനം? അതെ. ഇത്തരം സന്ദർഭങ്ങളിൽ വോട്ടെടുപ്പ് നടത്തുന്നത് തൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഒരുമിച്ച് നിർത്താനും അവരെല്ലാം തൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്. അതെ. കോൺഗ്രസ്സിൽ മനോരമയുടെ ശീർഷകം ശ്രദ്ധിച്ചിരുന്നു. ഇല്ല, ബലപരീക്ഷ എന്നാണ്. അത് മനോരമയ്ക്ക് അങ്ങനെ എഴുതാം, എന്തും എഴുതാം. അപ്പോൾ അത് ബലവും ഇല്ല പരീക്ഷവും ഇല്ല. കാരണം ബലം ഇല്ല പരീക്ഷിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വോട്ടെടുപ്പിൽ നിന്ന് ആ വോട്ടെടുപ്പിൽ ദൗർബല്യം വെളിവാക്കണം എന്ന് വന്നു കഴിഞ്ഞാലേ ബുദ്ധിയുള്ള ഒരാളും ചെയ്യില്ല. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? രാഹുൽ ഗാന്ധി അപക്വമായ തീരുമാനമെടുത്തു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. കാരണം പ്രതിപക്ഷത്തിൻ്റെ നേതാവായി രാഹുൽ ഗാന്ധി വന്നിട്ട് രാഹുൽ ഗാന്ധി ആദ്യം തന്നെ എടുത്ത തീരുമാനം പ്രതിപക്ഷം മത്സരിക്കുന്നു എന്നും കോൺഗ്രസ്സിലെ ശക്തനായ നേതാവായ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കും എന്നുമാണ്. ഈ കൊടിക്കുന്നിലിനെ എന്തുകൊണ്ടാണ് മണിയൻ എന്ന് വിളിക്കുന്നത്? അതായത് അദ്ദേഹത്തിൻ്റെ ശരിക്ക് പേര് ജോസഫ് മണിയൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ ഒരു സിറ്റി ടൈലേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അദ്ദേഹം അവിടെ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. കോൺഗ്രസും KSU ഒക്കെ ആയിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. നമ്മുടെ PT തോമസിൻ്റെ വളരെ അടുപ്പക്കാരനായിരുന്നു. അപ്പോൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ അനുസരിച്ചിട്ടൊരു കാര്യം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീറ്റുകൾ പങ്കിടുന്ന സമയത്ത് കരുണാകരൻ A ഗ്രൂപ്പിന് ഒരു ഷെഡ്യൂൾ കാസ്റ്റ് സംവരണ സീറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ കരുണാകരൻ്റെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഒരു ഷെഡ്യൂൾ കാസ്റ്റിനെ ഇവർക്ക് കിട്ടാൻ സാധ്യതയില്ല, വളരെ സത്യസന്ധമായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പന്തളം സുധാകരൻ അവിടെ കാൻഡിഡേറ്റ് ആകാൻ കഴിയും എന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് ഡൽഹിയിൽ നിന്ന് ചർച്ചയ്ക്ക് പോയിരുന്ന ബെന്നി ബെഹനാൻ PT തോമസിനെ വിളിച്ച് പറയാണ് ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോൾ PT ഉടനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് PT ആണ് ഇവനെ പോയിട്ട് കണ്ടെത്തുന്നതും. ഈ കൊടിക്കുന്നിൽ എന്നുള്ളത് ഇവൻ്റെ വീടിരിക്കുന്ന അതിന് വേറെ എന്തോ പോഴംകുന്നെന്നാ മറ്റോട്ടാണ് അതിൻ്റെ ആ വീടിൻ്റെ പേര്, ആ സ്ഥലത്തിൻ്റെ പേര്. അതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ചെറിയ സ്ഥലത്ത് കൊടിക്കുന്നിലുണ്ട് എന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവൻ്റെ പേരിൻ്റെ കൂടെ വീട്ടിൽ വിളിക്കുന്നൊരു പേരാണ് സുരേഷ്. അങ്ങനെയാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്നുള്ള പേര് വെച്ച് ഇവനെ കൊണ്ടേ കാൻഡിഡേറ്റായിട്ട് നിർത്തിയത്. അങ്ങനെയാണ് അയാൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പഴയ കക്ഷികളൊക്കെ എന്ന് വെച്ചാൽ മണിയൻ എന്ന് വിളിക്കാറുണ്ട് ഇപ്പോഴും. പക്ഷേ അങ്ങനെ ഇപ്പോൾ അദ്ദേഹം കൊടിക്കുന്നിൽ സുരേഷ് എന്ന പേരിൽ പ്രസിദ്ധനായതുകൊണ്ടും അദ്ദേഹം 8 പ്രാവശ്യം പാർലമെൻറ്റ് അംഗമായിരുന്നുകൊണ്ടും അദ്ദേഹം ആ പഴയ പേര് ഉപേക്ഷിക്കുകയും അദ്ദേഹം ശുദ്ധികർമ്മത്തിലൂടെ ഹൈന്ദവനായി തീരുകയും ചെയ്തു എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മണിയൻ എന്ന് വിളിക്കുന്നത് അത്ര ശരിയല്ല. അദ്ദേഹത്തെ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് തന്നെ വിളിക്കണം. അങ്ങനെ ഒരു പേരും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്.
അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെല്ലാവരും അവരിൽ മഹാഭൂരിപക്ഷം പേര് ഇപ്പോഴും ക്രൈസ്തവ പാരമ്പര്യം തന്നെയാണ് പിന്തുടരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിലൊന്നൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തെ ബലിയാടാക്കി. അതെ, അതാണ് അദ്ദേഹത്തെ ഈ രാഹുൽ ഗാന്ധി പറയുന്ന രീതിയിൽ അദ്ദേഹം വളരെ മിടുക്കനും മഹാനുമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ബലിയാടാക്കുകയും തൃണമൂലിനെ വെറുപ്പിക്കുകയും ചെയ്തു. തൃണമൂലിൽ നിന്നല്ല, ആ സംഘത്തിലുള്ള മിക്കവാറും പേരൊക്കെ വെറുത്തു പോകും. കാരണം എന്ന് വെച്ചാൽ ഒരു മുന്നണി കൊണ്ട് നടക്കുമ്പോൾ കാണിക്കേണ്ട ഒരു വിനയം രാഹുൽ ഗാന്ധിക്കുണ്ട് എന്ന് ആരും കരുതുന്നില്ല. കാരണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞാൽ പോലും ഈ ഇലക്ഷൻ, കാരണം ആര് പറഞ്ഞാലും കേൾക്കില്ല എന്നുള്ളതിൻ്റെ അല്ലേ. അതല്ലെങ്കിൽ KC വേണുഗോപാൽ പറഞ്ഞു കൊടുക്കണല്ലോ നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തണ്ടെന്ന്. അപ്പം അങ്ങനെയല്ല, ഈ സ്ഥാനാർത്ഥിയെ നിർത്തി മോദിയെ തോൽപ്പിക്കണം. അതെ, DMKക്കും എന്തോ ഒരു അസ്കിത ഇതിലുണ്ടെന്ന് കേട്ടു. ഞാൻ ചോദിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ രാമ ഒറ്റ കാര്യമാണ്, സ്റ്റാലിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പറ്റുമോ? ഇല്ല, ഇപ്പം പറ്റില്ല. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നതല്ലേ നല്ലത്. ശ്രീലങ്കയിലും പറ്റും തോന്നുന്നില്ല. പറ്റില്ല. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നതല്ലേ നല്ലത്. വെറുതെ അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇലക്ഷൻ കഴിഞ്ഞില്ലേ? ഇലക്ഷൻ കഴിഞ്ഞു, ആ ഇലക്ഷൻ്റെ അന്തരീക്ഷം മാറി. ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ നോക്കിയാൽ പോരെ. പിന്നെ അത് മാത്രമല്ല, അപായ സൂചന സ്റ്റാലിന് മനസ്സിലായിട്ടുണ്ട്. 20% വോട്ടാണ് BJPക്ക്. അതെ, അത് ചെറുതല്ല, ഒട്ടും ചെറുതല്ല. അപ്പോൾ അണ്ണാമല നിൽക്കുന്നു, 20% വോട്ട്. അങ്ങനെ വരുന്ന സമയത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നറിയാം. ആ സാഹചര്യത്തിൽ BJPയുമായിട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായിട്ട് വെറുതെ കയറി ഉടക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അത് മമതയ്ക്കില്ലല്ലോ. അത് മമതയ്ക്കില്ല, ഇയാൾക്കില്ല. അത് ആർക്കാണുള്ളത്? പേഴ്സണൽ ക്രഡ്ജ് വെച്ചുകൊണ്ട് പെരുമാറുന്നത് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. ഈ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മറ്റേ നാഷണൽ ഹെറാൾഡ് കേസ് BJP കൊടുത്തേക്കണ കേസല്ല, സുബ്രഹ്മണ്യ സ്വാമി കൊടുത്തേക്കണ കേസാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ നാഷണൽ ഹെറാൾഡിൻ്റെ 700 കോടി രൂപ കേസ്, പിന്നെ ഇപ്പോൾ മറ്റേ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസ്, ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് മോദിയെ കാണുമ്പോൾ രക്തം തിളച്ചു വരും. അങ്ങനെ മോദിയെ കാണുമ്പോൾ മമതയ്ക്കും ഇവർക്കും രക്തം തിളക്കേണ്ട കാര്യമുണ്ട്? ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇന്ത്യ മുന്നണി സമീപ ഭാവിയിൽ അതിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യം മറ്റേ സിനിമയിൽ പറയുന്നില്ലേ, കോശി നിൻ്റെ കാര്യം കണ്ടു തന്നെ അറിയണം എന്ന് പറയുന്ന രീതിയിൽ ആ കാര്യവും കണ്ടു തന്നെ അറിയേണ്ടി വരും. ശരി, ഓക്കെ.